നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് പദവാരം എന്നാണ്. പദവാരം എന്ന പേരിലാണ് ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കണ്ണൂര്. ചേര ഭരണകാലത്ത് പുലിപ്പൊന്ന് എന്ന് അറിയപ്പെട്ടിരുന്നത് വിൽപ്പന നികുതിയാണ് ചേര ഭരണകാലത്ത് പുലിപ്പൊന്ന് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമി അറിയപ്പെട്ടിരുന്നത് ചേരിക്കൽ എന്നാണ്. അപ്പോൾ ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് പദവാരം എന്നും വിൽപ്പന നികുതി അറിയപ്പെട്ടിരുന്നത് പുലിപ്പൊന്നും എന്നുമാണ്. അതുപോലെ രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്താണ് ചേരിക്കൽ. ചേരിക്കൽ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമിയാണ്. അതുപോലെ നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കണ്ണൂര്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ അറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനാണ് പത്മപാദറാണ് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യൻ. ശങ്കരാചാര്യർ സമാധിയായ സ്ഥലമാണ് കേദാർനാഥ്. അപ്പോൾ കേദാർനാഥിലാണ് ശങ്കരാചാര്യർ സമാധിയായിട്ടുള്ളത്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ വടക്ക് സ്ഥാപിച്ച മഠം. അപ്പോൾ വടക്ക് സ്ഥാപിച്ച മഠമാണ് ജ്യോതിർമഠം. അത് ബദ്രീനാഥിലാണ്. ശങ്കരാചാര്യര് ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച മഠം ജ്യോതിർമഠമാണ്. അത് ബദ്രീനാഥിലാണുള്ളത്. അതുപോലെ ഭാരതത്തിൻ്റെ കിഴക്ക് സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം പുരിയിലാണ്. അപ്പോൾ ശങ്കരാചാര്യര് വടക്ക് സ്ഥാപിച്ചത് ജ്യോതിർമഠം, കിഴക്ക് സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം, അത് പുരിയിലാണ്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ച മഠമാണ് പടിഞ്ഞാറ് ശാരദാമഠം. എവിടെയാണ്? ദ്വാരകയിലാണ്. ശാരദാമഠം ദ്വാരക. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ തെക്ക് സ്ഥാപിച്ച മഠമാണ് ശൃംഗേരി മഠം, അത് കർണാടകയിലാണ്. അപ്പോൾ ഈ 4 മഠങ്ങൾ പഠിക്കണം. വടക്ക് സ്ഥാപിച്ച മഠം ഏതാണ്? വടക്ക് ബദ്രീനാഥിലെ ജ്യോതിർമഠം. അതുപോലെ കിഴക്ക് പുരിയിൽ ഗോവർദ്ധന മഠം, പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദാമഠം, കർണാടകയിൽ അതായത് തെക്ക് കർണാടകയിൽ ശൃംഗേരി മഠം. മൂഷിക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏഴിമലയാണ്. മൂഷിക രാജവംശത്തിൻ്റെ തലസ്ഥാനം. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻസാങ് ആണ്. തീർത്ഥാടകരിലെ രാജകുമാരനാണ് ഹുയാൻസാങ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കുമാണ്. തീർത്ഥാടകരിലെ രാജകുമാരനാണ് ഹുയാൻസാങ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. നിർമ്മിതികളുടെ രാജകുമാരനാണ് ആര്? ഷാജഹാനാണ് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയമായി കണക്കാക്കുന്നത് രാശിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ നാണയമായിട്ട് കണക്കാക്കപ്പെടുന്നത് രാശി. സാമൂതിരിമാരുടെ നാണയമാണ് വീരരായൻ പുതിയ പണം എന്നുള്ളത്. വീരരായൻ പുതിയ പണമാണ് സാമൂതിരിമാരുടെ നാണയം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയമാണ് അനന്തരായൻ പണം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയം അറിയപ്പെടുന്നത് അനന്തരായൻ പണം എന്നാണ്. എളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി അറിയപ്പെടുന്നത് എളങ്ങല്ലൂർ സ്വരൂപം എന്ന പേരിലാണ്. പിണ്ടിനവട്ടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് നോർത്ത് പറവൂരാണ്. വടക്ക് പറവൂരാണ് പിണ്ടിനവട്ടത്ത് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെടുന്നത് വള്ളുവനാടാണ്. അതുപോലെ തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എളങ്ങല്ലൂർ സ്വരൂപമാണ് ഇടപ്പള്ളി. പിണ്ടിനവട്ടം അല്ലെങ്കിൽ പിണ്ടിനവട്ടത്ത് സ്വരൂപം അറിയപ്പെടുന്നത് വടക്കേ പറവൂര്, അതായത് നോർത്ത് പറവൂരാണ്. അരങ്ങോട്ട് സ്വരൂപമാണ് വള്ളുവനാട്. തരൂർ സ്വരൂപം പാലക്കാടാണ്.
പ്രാചീന കാലത്തെ പർവ്വത പ്രദേശം അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി നമ്മൾ തിണകളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. പ്രാചീന കാലത്ത് പർവ്വത പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഇനി പ്രാചീന കാലത്തിന് മുല്ലൈ എന്നറിയപ്പെടുന്നത് ഏത് തിണയാണ്? മുല്ലൈ എന്നറിയപ്പെടുന്നത് കുന്ന്, പുൽമേട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പർവ്വത പ്രദേശം അറിയപ്പെടുന്നത് കുറിഞ്ചിയാണ്. മുല്ലൈ എന്നറിയപ്പെടുന്നത് കുന്നുകളും പുൽമേടുകളുമുള്ള പ്രദേശമാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് പാലൈ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ്? മണൽ കലർന്ന പാഴ്പ്രദേശം, വരണ്ട പ്രദേശമൊക്കെയാണ് പാലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് മരുതം എന്നറിയപ്പെട്ടിരുന്നത് വയൽ പ്രദേശങ്ങളാണ് മരുതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ പ്രാചീന കാലത്ത് നെയ്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത് തീരപ്രദേശം അല്ലെങ്കിൽ കടൽ തീരപ്രദേശങ്ങളാണ് നെയ്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതാണ് പ്രാചീന കാലത്തെ 5 തിണകളാണ്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ്. മുല്ലൈ എന്ന് പറയുന്നത് കുന്നുകളും പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ പാലൈ എന്ന് പറയുന്നത് മണൽ കലർന്ന പാഴ്പ്രദേശം, വരണ്ട പ്രദേശമാണ്. വയൽ പ്രദേശം അറിയപ്പെടുന്നത് മരുതം എന്ന പേരിലും കടൽ തീരം അല്ലെങ്കിൽ തീരപ്രദേശം അറിയപ്പെടുന്നത് നെയ്തൽ എന്ന പേരിലുമാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയ് വംശം. കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയ് രാജവംശം. ആയ് വംശസ്ഥാപകനാണ് ആയ് അന്തിരൻ. ആയ് വംശസ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജ തലസ്ഥാനമാണ് വിഴിഞ്ഞം. അപ്പോൾ ആയ് രാജവംശത്തിൻ്റെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. അതിൻ്റെ സ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജകീയ മുദ്ര ആനയാണ്. അപ്പോൾ ആയ് രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആനയും ആയിൻ്റെ രാജകീയ പുഷ്പം, ആയ് രാജവംശത്തിൻ്റെ രാജകീയ പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയുമാണ്. അപ്പോൾ രാജകീയ മുദ്ര ആനയും പുഷ്പം കണിക്കൊന്നയുമാണ്. അതിൻ്റെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. ആയ് വംശസ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജവംശത്തിൻ്റെ ആദ്യകാലത്തെ ആസ്ഥാനം ആയിക്കുടിയായിരുന്നു. ആയിക്കുടി അഥവാ പൊതിയൻമല. ആയ് രാജവംശത്തിൻ്റെ ആദ്യകാല ആസ്ഥാനമാണ് ആയിക്കുടി അഥവാ പൊതിയൻമല. പൊതിയൻമല ഇപ്പോൾ അറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടം എന്നാണ്. അപ്പോൾ അഗസ്ത്യാർകൂടമാണ് പൊതിയൻമല എന്ന് അറിയപ്പെട്ടിരുന്നത്. ആയ് തലസ്ഥാനം ആയിക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത് കരുതന്തടക്കനാണ്. കരുതന്തടക്കനാണ് ആയ് തലസ്ഥാനം ആയിക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത്. കേരള അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. ആയ് രാജവംശത്തിലെ വിക്രമാദിത്യ വരഗുണനാണ് കേരള അശോകൻ എന്ന് അറിയപ്പെടുന്നത്. ദക്ഷിണ നളന്ദ എന്ന് പറയുന്നത് കാന്തളൂർ ശാലയാണ്. ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത് കാന്തളൂർ ശാലയാണ്. ഈ കാന്തളൂർ ശാലയുടെ സ്ഥാപകനാണ് ആര്? കരുനന്തടക്കനാണ് കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ. ചേരവംശത്തിൻ്റെ ആസ്ഥാനമാണ് വാഞ്ചി. ചേരവംശം അതിൻ്റെ ആസ്ഥാനം വാഞ്ചിയാണ്. ചേരവംശത്തിൻ്റെ രാജമുദ്രയാണ് അമ്പും വില്ലും. ആയ് വംശത്തിൻ്റെ ആനയായിരുന്നു അല്ലേ? ചേരവംശത്തിൻ്റെ രാജമുദ്ര അമ്പും വില്ലുമാണ്. രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ്. രണ്ടാം ചേരവംശമാണ് കുലശേഖരന്മാരുടെ കാലഘട്ടം. അപ്പോൾ രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ്. ചേരവംശത്തിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ വാഞ്ചിയാണ്. രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനമാണ് മഹോദയപുരം. ഇനി കുലശേഖര വംശസ്ഥാപകനാണ് ആര്? കുലശേഖര വർമ്മൻ അഥവാ കുലശേഖര ആൾവാറാണ് കുലശേഖര വംശസ്ഥാപകൻ. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ കുലശേഖര ഭരണകാലഘട്ടമാണ്. അപ്പോൾ കുലശേഖര വംശസ്ഥാപകനാണ് കുലശേഖര വർമ്മൻ അഥവാ കുലശേഖര ആൾവാർ. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടമാണ്. കേരള ചൂടാമണി എന്നറിയപ്പെടുന്ന രാജാവാണ് കുലശേഖര ആൾവാർ. കേരള ചൂടാമണി എന്നറിയപ്പെട്ട രാജാവ് കുലശേഖര ആൾവാറാണ്. ശങ്കരാചാര്യരുടെ സമകാലികനായ രാജാവാണ് കുലശേഖര ആൾവാർ.
AD 825 കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ്. അപ്പോൾ കൊല്ലവർഷം എന്നാണ് ആരംഭിച്ചത്? AD 825 അപ്പോൾ AD 825 കൊല്ലവർഷം ആരംഭിച്ചത് ആരാണ്? രാജശേഖര വർമ്മനാണ്. AD 825 കൊല്ലവർഷം സ്ഥാപിച്ച കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ. AD 829 മാമാങ്കം ആരംഭിച്ച കുലശേഖര രാജാവ് ആരാണ്? രാജശേഖര വർമ്മൻ തന്നെയാണ്. അപ്പോൾ AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ. അതുപോലെ മാമാങ്കം ആരംഭിച്ചതെന്നാണ് AD 829 അതും ആരാണ് ആരംഭിച്ചത്? രാജശേഖര വർമ്മനാണ്. കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളത്തിൽ പ്രാചീന മൺഭരണികളായ നന്നങ്ങാടികൾ കണ്ടെത്തിയ സ്ഥലമാണ് ഏങ്ങണ്ടിയൂരും അതുപോലെ തൃശ്ശൂരും. തൃശ്ശൂർ, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ പ്രാചീന മൺഭരണികൾ, അതറിയപ്പെടുന്നത് നന്നങ്ങാടികൾ എന്നാണ്. അത് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഏങ്ങണ്ടിയൂരും തൃശ്ശൂരും. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തിമല, വയനാട്. ഇപ്പോൾ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് നമുക്കറിയാം. ആ മലനിരകൾ അറിയപ്പെടുന്നതാണ് അമ്പുകുത്തിമല. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ എന്ന് അറിയപ്പെടുന്നത്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് രാജശേഖര വർമ്മൻ. നമ്മൾ നേരത്തെ പറഞ്ഞ രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. നമശിവായ എന്ന് ആരംഭിക്കുന്ന ശാസനം, നമശിവായ എന്ന് ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. അടുത്തത് കൃത്യമായി തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനം. അപ്പോൾ കൃത്യമായിട്ട് തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം എന്ന് പറയുന്നത് തരിസാപ്പള്ളി ശാസനമാണ്. അത് AD 849 AD 849 തരിസാപ്പള്ളി ശാസനം കൃത്യമായിട്ട് തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം അല്ലെങ്കിൽ കോട്ടയം ചേപ്പേട് എന്നറിയപ്പെടും. കോട്ടയം ചേപ്പേട് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് സ്ഥാണു രവിവർമ്മൻ. സ്ഥാണു രവിവർമ്മനാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. തരിസാപ്പള്ളി ശാസനം എഴുതിയ വേണാട് ഗവർണർ ആരാണ്? അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതിയ വേണാട് ഗവർണർ. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ വല്ലഭൻ കോത. ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ള ഭരണാധികാരി. ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞു. നൗറ എന്നറിയപ്പെട്ടത് കണ്ണൂരാണ്. ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കായംകുളം. കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. അതുപോലെ മരച്ചിപ്പട്ടണം, മൂസിരീസ്, മഹോദയപുരം, മുച്ചിരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ പല പല പേരുകളാണ്. മരച്ചിപ്പട്ടണം, മുസിരീസ്, മഹോദയപുരം, മുച്ചിരി എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂരാണ്. തിണ്ടീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. ബറാക്കെ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പുറക്കാടാണ്. ബറാക്കെ എന്നറിയപ്പെടുന്നത് പുറക്കാടാണ്. നെൽക്കിണ്ട എന്നറിയപ്പെട്ട സ്ഥലം നീണ്ടകരയാണ്. നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നമ്മൾ കേരള ചരിത്രത്തിൽ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.